ഒരിടയ്ക്ക് എന്തായിരുന്നു ബഹളം. മണിപ്പൂരിൽ ക്രിസ്ത്യാനികൾ പീഡിപ്പിക്കപ്പെടുന്നു, മണിപ്പൂരിലെ ക്രിസ്ത്യാനികളെ നരേന്ദ്രമോദി ചുട്ടുകൊല്ലുന്നു, നരേന്ദ്രമോദി ഹിന്ദുത്വ ഭീകരരെ വിട്ട് ആക്രമിക്കുന്നു, അങ്ങനെ കൊല്ലുന്നു, ജനാധിപത്യം തകർന്നു, മതേതരത്വം തകർന്നു, സംഘപരിവാർ ഇന്ത്യയെ മുഴുവൻ കശാപ്പ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെ ബഹളമായിരുന്നു മണിപ്പൂരിലെ ഈ കലാപം നടന്ന സമയത്ത്. നമുക്കറിയാവുന്ന മണിപ്പൂരിലെ പ്രശ്നം തുടങ്ങിയിട്ട് ഇപ്പോൾ കുറെ കാലമായല്ലോ. അപ്പോൾ ആ സമയത്ത് നരേന്ദ്രമോദി 78 ദിവസമായിട്ട് അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയില്ല എന്നൊക്കെ ഉള്ള വിമർശനം അന്ന് ഞാനും പറഞ്ഞതാണ്, വിമർശനങ്ങളെല്ലാം. ഇന്ന് പക്ഷേ എനിക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യം, ഈ കഴിഞ്ഞ ഒരു 1.5 മാസമായിട്ട് മണിപ്പൂരിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് കേരളത്തിൽ ആരെങ്കിലും അറിയുന്നുണ്ടോ? കേരളത്തിൽ ആരെങ്കിലും തിരിഞ്ഞു നോക്കുന്നുണ്ടോ? ഈ നമ്മുടെ മതേതര ജനാധിപത്യ പുരോഗമന വർഗ ബഹുജന ഫാഷിസ്റ്റ് വിരുദ്ധ പോരാളികൾ കേരളത്തിൽ കുറെ പേര് വിപ്ലവകാരികളുണ്ടല്ലോ. അവരാരെങ്കിലും തിരിഞ്ഞു നോക്കുന്നുണ്ടോ? മണിപ്പൂരിലെ ക്രിസ്ത്യാനികളെ അവിടെ പച്ചയ്ക്ക് വെട്ടിക്കൊല്ലുന്നു, തട്ടിക്കൊണ്ടുപോകുന്നു, കൊച്ചു കുഞ്ഞുങ്ങളടക്കം കൊല്ലപ്പെടുന്നു. ആരെങ്കിലും തിരിഞ്ഞു നോക്കുന്നുണ്ടോ? എന്താ ഇവിടുത്തെ കത്തോലിക്ക സഭ ഇപ്പം നിലവിളിക്കാത്തത്? എന്താണ് നരേന്ദ്രമോദിയുടെ രാജി ആവശ്യപ്പെടാത്തത്? എന്താണ് ഇവിടുത്തെ മുസ്ലിം സംഘടനകൾ ആരും കണ്ണുനീരൊഴുക്കാത്തത്? എന്താണ് നമ്മുടെ ഇന്ത്യയുടെ മുഴുവൻ സംരക്ഷണം സ്വന്തം ചുമലിലേറ്റിക്കൊണ്ട് എടുത്തുകൊണ്ട് നടക്കുന്ന നമ്മുടെ രാഹുൽ ഗാന്ധിജി എന്താണ് ഇതിനെക്കുറിച്ച് നിലവിളിക്കാത്തത്? ഇതിനൊരു കാരണമുണ്ട്. സംഭവം എന്താണെന്ന് പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ നോക്കിക്കോളൂ, ഈ കഴിഞ്ഞ ഏതാണ്ട് ഒരു 6-7 ആഴ്ചയായിട്ട് മണിപ്പൂരിൽ അക്രമം ഇപ്പോൾ വലിയ കാര്യമായിട്ട് വർദ്ധിച്ചിരിക്കുകയാണ്. വ്യാപകമായിട്ടുള്ള അക്രമങ്ങൾ നടക്കുന്നുണ്ട്. മെയ് ജൂൺ മാസത്തില് കുക്കി ഭീകരവാദികൾ 6 നാഗ വിഭാഗത്തിൽപ്പെടുന്ന ഗോത്ര വിഭാഗത്തിൽപ്പെടുന്ന ആളുകളെ തട്ടിക്കൊണ്ടുപോയി കൊന്നുകളഞ്ഞു. 6 പേരെ, കുക്കികളും നാഗകളെ തട്ടിക്കൊണ്ടുപോയി കൊന്നുകളഞ്ഞു. ഇതിന് പകരം വീട്ടാനായിട്ട് മറുപടിയായിട്ട് നാഗകൾ എന്ത് ചെയ്തു? മറ്റത് 6 പേരെയാണെങ്കിൽ ഇവർ 36 കുക്കികളെ തട്ടിക്കൊണ്ടുപോയി കുഞ്ഞുങ്ങളെ ഉൾപ്പെടെ കൊന്നുകളഞ്ഞിട്ടുണ്ട്. 36 പേരെ. നോക്കൂ, പണ്ട് എന്തായിരുന്നു, മണിപ്പൂരിൽ ഒരു സ്ത്രീയെ ഉടുതുണി ഇല്ലാതെ നടത്തി എന്നൊക്കെയുള്ള ആക്ഷേപമൊക്കെ ഉണ്ടായിരുന്നു. വീഡിയോസ് എങ്ങനെയാണത് പുറത്തു വന്നത്, അതിന്റെ പിന്നിൽ ആരൊക്കെയായിരുന്നു എന്നുള്ള കാര്യമൊക്കെ അന്ന് പിന്നീട് ചർച്ച ചെയ്തതാണ്. പോട്ടെ. അപ്പോൾ ഏതായാലും ഇങ്ങനെ ഈ മരണപ്പെട്ടവരിൽ സാധാരണ മനുഷ്യർ മാത്രമല്ല, ഈ ക്രിസ്തു മതത്തിലെ വൈദികർ, പാസ്റ്റേഴ്സ് ഉൾപ്പെടെയുള്ളവരുണ്ടായിരുന്നു. കാങ്പോക്കി എന്ന് പറയുന്ന ജില്ല, അവിടെ നിരവധി ക്രിസ്ത്യൻ മത നേതാക്കന്മാരെ ഇവർ തട്ടിക്കൊണ്ടുപോയിട്ടുണ്ട്. അതിൽ ഒരു പള്ളിയുടെ അധ്യക്ഷൻ, പ്രസിഡന്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവിടുത്തെ പള്ളിക്ക് അധ്യക്ഷനും വൈസ് പ്രസിഡന്റും ഖജാൻജിയൊക്കെ ഉണ്ടാവും, നമുക്കറിയില്ല. ഏതായാലും പള്ളിയുടെ പ്രസിഡന്റ്, പിന്നെ കുറെ വേറെ വൈദികര്, ഇവരെ ഉൾപ്പെടെ തട്ടിക്കൊണ്ടുപോയി കൊന്നുകളഞ്ഞു. ഇന്ത്യയുടെ ജനാധിപത്യ മതേതരത്വം ഫാഷിസ്റ്റ് വിരുദ്ധ പോരാട്ടമൊക്കെ എവിടെ ചെന്നു അല്ലേ? എന്നിട്ട് ഇതിനെക്കുറിച്ചൊന്നും നിലവിളിക്കാനായിട്ട് ഇപ്പൊ കേരളത്തിൽ ആരുമില്ല. പണ്ട് നിലവിളിക്കാനായിട്ട് റെഡി ആയിട്ടിരിക്കുമായിരുന്നു. NIA എന്തായാലും ഈ കേസ് ഇപ്പൊ അന്വേഷിക്കുന്നുണ്ട്. ദിവസവും ഇതുപോലെ കുക്കികളും നാഗകളും തമ്മിൽ തല്ലി ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും കുക്കി നാഗ കേന്ദ്രങ്ങൾ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനെക്കുറിച്ച് ഏതായാലും ഇപ്പൊ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. അസാം റൈഫിൾസ് ഇവരുടെ കേന്ദ്രങ്ങൾ, കുക്കി നാഗ കേന്ദ്രങ്ങൾ പോയി റെയ്ഡ് ചെയ്യുന്നുണ്ട്. നിരവധി ആയുധങ്ങൾ പിടിച്ചെടുത്തിട്ടുണ്ട്. പ്രധാനമായിട്ടും റൈഫിൾസ് ആണ് പിടിച്ചെടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ആയുധ ശേഖരവും ആയുധ സംഭരണവും ആയുധം ഉപയോഗിച്ചുള്ള അക്രമവും എല്ലാം നിരപരാധികളായ പിഞ്ചു കുഞ്ഞുങ്ങൾ, സ്ത്രീകൾ, കുട്ടികൾ, ഗർഭിണികൾ എല്ലാം കൊല്ലപ്പെടുന്നുണ്ട്. പക്ഷേ നമ്മുടെ കേരളത്തിലെ മതേതര പുരോഗമന ജനാധിപത്യ വർഗ ബഹുജന ഫാഷിസ്റ്റ് വിരുദ്ധ പോരാളികൾക്കൊന്നും ഇതിനെക്കുറിച്ച് ഒന്നും പറയാനില്ല. അപ്പൊ എന്തുകൊണ്ടായിരിക്കും ഇത്രയും കാലം നിലവിളിച്ചുകൊണ്ടിരുന്ന ആളുകൾക്കൊന്നും ഇതിനെക്കുറിച്ച് യാതൊന്നും മിണ്ടാനില്ല? കാരണം എന്താണെന്ന് നിങ്ങൾക്കറിയാവോ? എന്താണ് ഈ സിലക്റ്റീവ് ഔട്ട്റീച്ചിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം ഒന്നേ ഉള്ളൂ. ഇവിടെ BJPയോ സംഘപരിവാറിനോ മോദി സർക്കാരിനെയോ പ്രതിക്കൂട്ടിലാക്കാൻ അല്ലെങ്കിൽ അടിക്കാനായിട്ടുള്ള ഒരു സ്കോപ്പില്ല. ഇവിടെ ഇപ്പോ തമ്മിൽ തല്ലുന്നത് ആരൊക്കെ തമ്മിലാണ്? കുക്കികളും അതുപോലെ കുക്കികളും നാഗകളും തമ്മിലാണ്. ഇത് രണ്ടും ക്രിസ്ത്യൻ ഗോത്രവർഗ്ഗങ്ങളാണ്. അതായത് ക്രിസ്ത്യാനികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുന്നു. പണ്ട് ഞാൻ കേട്ടിട്ടുണ്ട്, ഞങ്ങളുടെ പോലീസ് ഞങ്ങളെ തല്ലിയാൽ നിങ്ങൾക്ക് എന്താ കോൺഗ്രസ് എന്ന് പണ്ട് കമ്മ്യൂണിസ്റ്റുകാർ ജാഥ നടത്തി എന്നുള്ളതാണ് കേരളത്തിലെ എല്ലാ മതേതര പുരോഗമന ജനാധിപത്യ ഫാഷിസ്റ്റ് വിരുദ്ധ വർഗ ബഹുജന പോരാളികളുടെയും മുദ്രാവാക്യം ഇപ്പൊ ഇതാണ്. ഞങ്ങൾ ക്രിസ്ത്യാനികൾ തമ്മിൽ തെരുവിൽ കിടന്ന് തമ്മിൽ തല്ലി ചത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഞങ്ങൾ ന്യൂനപക്ഷങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തല്ലി മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് സംഘപരിവാറെ എന്ന് അവർ ചോദിക്കും. ഇതാണ് നമ്മുടെ കേരളത്തിലെ മതേതരന്മാരുടെയും ഈ ഫാഷിസ്റ്റ് വിരുദ്ധ പോരാളികളുടെയും ഇപ്പോഴത്തെ നിലപാട്. നിങ്ങൾ നോക്കൂ, BJP ഇതിനകത്ത് അടിക്കാനായിട്ട് ഒരു സ്കോപ്പും ഇല്ല. പണ്ടായിരുന്നെങ്കിൽ മെയ്തൈകളുടെ പേര് പറഞ്ഞിട്ട് BJPയെ വേട്ടയിടാമായിരുന്നു, നരേന്ദ്രമോദിയെ വേട്ടയിടാമായിരുന്നു, RSSനെ വേട്ടയിടാമായിരുന്നു. ഇപ്പൊ തൽക്കാലം മെയ്തൈകൾ ഇതിനകത്ത് ഈ മിക്സിന്
റൂൾസിനകത്ത് ഇല്ലാത്തത് കൊണ്ട് ഇപ്പോൾ നമ്മുടെ കേരളത്തിലെ ഈ മെഴുകുതിരി പ്രകടനം, പന്തം കൊളുത്തി പ്രകടനം ഇടയ്ക്ക് കണ്ടിട്ടുള്ളോ? മണിപ്പൂരിലെ നിരപരാധികളായ ക്രിസ്ത്യാനികളെ ചുട്ടുകൊല്ലുന്നു എന്ന് പറഞ്ഞിട്ട് ഈ കോൺവെന്റിൽ നിന്നുള്ള അമ്മമാരും അതുപോലെ അച്ഛന്മാരും എല്ലാവരും കൂടെ മെഴുകുതിരി, ഇപ്പൊ കേരളത്തിലെ മെഴുകുതിരി ചെലവ് കുറവാന്നാണ് പറയുന്നത്. കാരണം മെഴുകുതിരി പ്രകടനമില്ല, കാരണം ക്രിസ്ത്യാനിയെ കൊന്നുകൊണ്ടിരിക്കുക. മുസ്ലിം സംഘടനകൾക്കാണെങ്കിലും കിടന്നാൽ ഉറക്കം വരാതിരിക്കുന്നില്ല. നമ്മുടെ പോരാളി രാഹുൽജിക്കാണെങ്കിൽ ഒരാക്ഷേപവും ഇല്ല. ഒരു പോക്കറ്റിൽ കയ്യും തിരിയുന്നു, മൂപ്പരുടെ പത്രസമ്മേളനമില്ല, മൂപ്പർക്ക് യാതൊരുവിധ ആക്ഷേപങ്ങളുമില്ല. നരേന്ദ്രമോദി സർക്കാർ രാജിവെക്കുകയും വേണ്ട. നിങ്ങൾ നോക്കൂ, ഇതാണ് നല്ല ഒന്നാന്തരം മതേതര ഉഡായിപ്പ് എന്ന് പറയുന്നത്. BJP അടിക്കാനായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഇവരുടെ മനുഷ്യ സ്നേഹം ഉണരും, ഇവരുടെ കാരുണ്യം ഉണരും, ഇവർക്ക് ഭരണഘടനയോട് ഭയങ്കര ബഹുമാനമായിരിക്കും, മൗലികാവകാശങ്ങളോടുള്ള ബഹുമാനം കൂടും. പക്ഷേ BJP അടിക്കാനായിട്ട് സ്കോപ്പില്ല. ക്രിസ്ത്യാനികൾ തമ്മിൽ തല്ലിച്ചാവുന്നു, മുസ്ലിമുകൾ തമ്മിൽ തല്ലിച്ചാവുന്നു, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാർ തമ്മിൽ തല്ലിച്ചാവുന്നു. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഇതിൽ BJP അടിക്കാനായിട്ട് റോളില്ല. അതുകൊണ്ട് ഇവരൊന്നും മിണ്ടുകയില്ല. അപ്പൊ ഇതാണ് നമ്മുടെ കേരളത്തിന്റെ മതേതരന്മാരുടെ സിലക്റ്റീവ് ഔട്ട്റേജ് എന്ന് പറയാൻ വേണ്ടി മാത്രമാണ് ഞാനിത് നിങ്ങളോട് പറയുന്നത്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരുന്നല്ലോ, ഒരിടയ്ക്ക് ഷെയ്ഖിന TV ചർച്ച, നമ്മുടെ മാധ്യമങ്ങളെല്ലാം ദിവസേന ചർച്ചയായിരുന്നു. നമ്മുടെ മീഡിയ വൺ തന്നെ എത്ര അടുപ്പുകൂട്ടി ചർച്ച നടത്തി ഈ മണിപ്പൂരിലെ പ്രശ്നം വെച്ചിട്ട് മാത്രം. നിങ്ങളൊന്ന് ആലോചിച്ച്, ഇപ്പൊ ഈ അടുത്ത ഇടയ്ക്ക് ഈ ഒരു മാസത്തിനിടയിൽ ഒരു പ്രാവശ്യമെങ്കിലും ഈ അടുപ്പ് കൂട്ടിയോ? ഇല്ലല്ലോ. അവർക്കിപ്പോൾ ചർച്ച വേണ്ട. കാരണം എന്താ? അവിടെ ഈ കുത്തിത്തിരിപ്പ് വേവിക്കേണ്ട, അടുപ്പ് കൂട്ടിയിട്ട് വേവിക്കാനായിട്ട് അവർക്ക് തൽക്കാലം താല്പര്യമില്ല. കാരണം BJP അടിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് ഇവർ മാത്രമല്ല, എല്ലാ മതേതര പുരോഗമന ജനാധിപത്യ വർഗ ബഹുജന ഫാഷിസ്റ്റ് ഉഡായിപ്പ് തട്ടിപ്പുകാരും കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇത് മാത്രമാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ തൽക്കാലം അവസാനിപ്പിക്കുകയാണ്. കുറഞ്ഞ പക്ഷേ നമ്മുടെ രാഹുൽജി എങ്കിലും ഇതിനെക്കുറിച്ചൊന്ന് വായ തുറക്കുമോ എന്നുള്ള കാര്യം അറിയാനായിട്ട് എനിക്ക് താല്പര്യമുണ്ട്. താങ്ക് യു. ജയ് ഹിന്ദ്.